തീർച്ചയായും ഷഫീഖ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകൃതി കൂടി അനുകൂലമാകണം ഈ തെരച്ചിൽ എന്നുള്ളതാണ്. അവിടുത്തെ കാലാവസ്ഥ കൂടി അതീവ നിർണായകമാണ്. തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പല സമയത്തും മഴ പെയ്യുന്നതൊക്കെ നാവികസേനയും ഒപ്പം തന്നെ കരസേനയും ഒക്കെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അത് തെരച്ചിലിന് വലിയ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂല കാലാവസ്ഥ കൂടി ഒന്നുണ്ടായാൽ മാത്രമേ വളരെ ഊർജിതമായി തന്നെ തെരച്ചിൽ പുരോഗമിക്കുകയുള്ളൂ. ഷഫീഖ്, അതായത് നിലവിൽ ഇപ്പോൾ ഒരു ലോഹ ഉപകരണം, അത് ഒരു ലോറിയുടെ സമാനമായ വലിപ്പമുള്ള ഒരു ലോഹം അത് പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പുതിയ സിസ്റ്റങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇന്റലിജന്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം പോലെയുള്ള സിസ്റ്റങ്ങൾ കൊണ്ട് വന്ന് പരിശോധിക്കാൻ കഴിയുകയാണെങ്കിൽ അത് എന്താണ് എന്നൊരു കൃത്യമായ സൂചന, അത് ഒരു ഹൈടെൻഷൻ ടവറാണോ അത് ലോറിയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്, എത്രത്തോളം അതിനുള്ള ഒരു കാര്യശേഷിയുള്ള ഉപകരണങ്ങളാണിവ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐബോർഡിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ഡ്രോൺ സ്വഭാവ മാതൃകയിലുള്ള ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ അത് കരയിൽ നിന്ന് നിയന്ത്രിക്കുകയും ഈ പുഴയുടെ ഭാഗത്ത് നിരീക്ഷണം നടത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം 2.4 കിലോമീറ്റർ ദൂര പരിധിയിൽ അതിൻ്റെ സിഗ്നൽ ലഭിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഗങ്ങളിലൊക്കെ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിന് സിഗ്നൽ ലഭിക്കും. അത് 20 മീറ്റർ താഴ്ച വരെ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന ഈ ലോഹ വസ്തുക്കളെ കണ്ടെത്താനാവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, 70 മീറ്റർ താഴ്ച വരെ, അത് വെള്ളത്തിലാണെങ്കിൽ 70 മീറ്റർ താഴ്ച വരെയുള്ള സിഗ്നൽ ലഭിക്കും. അപ്പോൾ നമ്മൾ ഇത് പുഴയിലാണ് പരിശോധിക്കുന്നത്. പുഴയിൽ 70 മീറ്റർ താഴെ വരെ അതിന് സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 70 മീറ്റർ താഴെ വരെ അടിത്തട്ടിൽ മണ്ണിൽ പുതഞ്ഞ നിലയിലാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇതിന് സിഗ്നൽ ലഭിക്കും എന്നതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. 70 മീറ്റർ താഴ്ച വരെ വെള്ളത്തിലും അവിടെ നിന്ന് 20 മീറ്റർ താഴ്ച വരെ മണ്ണിലും ഇതിന് ആഴത്തിൽ പോയി അതിന് സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ആ ഉപകരണം ഇവിടെ എത്തുന്നതോടുകൂടി നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഒരു ലോഹവസ്തുവിൻ്റെ സിഗ്നലാണ് ലഭിച്ചത് എന്ന് നേവി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വലിയ ലോഹവസ്തു എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയമാണ് നമ്മുടെ മുൻപിലുള്ളത്. അത് ലോറിയാണോ ഹൈ ടെൻഷൻ ടവറാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിപ്പോഴും നേവി പറയുന്നതനുസരിച്ച് ഒരു 50-50 സാധ്യതയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും പ്രതീക്ഷയും അത് ലോറിയാവണേ എന്നതാണ്. അങ്ങനെ ലോറിയാവും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബവും ഇവിടെയുള്ളത്. ഉച്ചയോടുകൂടി തന്നെ അത്തരം ഈ ഉപകരണം എത്തുന്നതോടുകൂടി തന്നെ, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി തന്നെ ആ ഒരു സിഗ്നൽ സംബന്ധിച്ച സൂചന നമുക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയും അവിടെ നിന്ന് ആ ലോഹ വസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. അതിന് പൂർണ്ണ സജ്ജമായി ആണ് ഇവിടെ കരസേനയും നാവികസേനയും ഉള്ളത്. കരസേന രാവിലെ 7 മണിക്ക് നേരത്തെ സൂചിപ്പിച്ചു, 7 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് സർവ്വസജ്ജമായി ഈ ലോഹ വസ്തുവിനെ കണ്ടെത്താനുള്ള എല്ലാ സംവിധാനങ്ങളുമായാണ് അവിടെ കരസേന ഈ പ്രവർത്തനത്തിന് തയ്യാറായി നിൽക്കുന്നത്. തീർച്ചയായും കരസേനയും നാവികസേനയും ഒപ്പം തന്നെ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒക്കെ ഇന്നിപ്പോൾ തെരച്ചിലായി എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് പുഴയ്ക്കടിയിൽ അഗാധഗർത്തത്തിലുള്ളത് എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അതൊരു ലോറിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ 9ാം ദിവസത്തിലും കുടുംബവും നാട്ടുകാരും നമ്മളുമൊന്നും പ്രതീക്ഷ കൈവിടുന്നില്ല, കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി കാലാവസ്ഥ കൂടി മാറുന്നു. ഇടയ്ക്കിടെ മഴയുണ്ടാകുന്നത് വലിയ വിഘാതം സൃഷ്ടിക്കുന്നു. അത്തരം വലിയ പ്രശ്നങ്ങളൊന്നും ഇന്നുണ്ടായില്ലെങ്കിൽ തെരച്ചിലൊരു തീരുമാനം ഒരു പക്ഷേ അതൊരു ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും വരും മണിക്കൂറിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം.